ഹായ്, ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോണിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവ് ആയി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് പട്ടാമ്പി സ്പെഷ്യാലിറ്റീസ്, പട്ടാമ്പിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണവും ഒരു താലൂക്കും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് പട്ടാമ്പി എന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 15.83 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 28,672 പട്ടാമ്പിയുടെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത്. പട്ടാമ്പിയുടെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് നെടുങ്ങാടി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. അവരായിരുന്നു ഇവിടം ഭരിച്ചിരുന്നത്. നെടുങ്ങാടി ഏകദേശം 15-ാം നൂറ്റാണ്ട് വരെ അവരായിരുന്നു ഭരിച്ചിരുന്നത്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി സാമൂതിരി ഇവിടം സന്ദർശിക്കുകയും പിന്നീട് സാമൂതിരിയുടെ നിയന്ത്രണത്തിലാവുകയും സാമൂതിരി ഇവിടെ ഭരിക്കുകയും ചെയ്തു. കോഴിക്കോട് സാമൂതിരി പിന്നീട് സാമൂതിരിമാരുടെ കൈകളിലായി ഈ പട്ടാമ്പി എന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ഭരണമായപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം പിന്നീട് ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയിലെ മലപ്പുറം റവന്യൂ ഡിവിഷനിലെ വള്ളമിനാട് താലൂക്കിൻ്റെ ഭാഗമായിരുന്നു പട്ടാമ്പി എന്നത്. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. അതിനുശേഷം 1957 ജനുവരി 1 പാലക്കാട് ജില്ല രൂപീകരിച്ചപ്പോൾ പാലക്കാട് ജില്ലയോട് ചേരുകയാണ്. പിന്നീട് മുനിസിപ്പാലിറ്റി ആവുന്നു. പിന്നീട് 2013 ഡിസംബർ 23 ഇത് താലൂക്കാവുന്നത്. താലൂക്കിൻ്റെ ആസ്ഥാനം കൂടിയാണ് പട്ടാമ്പി എന്നത്. പട്ടാമ്പി താലൂക്കിൻ്റെ ആസ്ഥാനം കൂടിയാണ് പട്ടാമ്പി. മുനിസിപ്പാലിറ്റിയും താലൂക്കുമാണ് പട്ടാമ്പി എത്ര മനോഹരമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പട്ടാമ്പിയുടെ അതായത് ഭാരതപ്പുഴയുടെ സമീപമാണ് പട്ടാമ്പി സ്ഥിതി ചെയ്യുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. കാരണം മനോഹരമായി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ ഇവിടെ ചെന്നാൽ കാണുവാൻ സാധിക്കും. ഭാരതപ്പുഴ മനോഹരമായി ഒഴുകുന്നത് ഇവിടെ ചെന്നാൽ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് പട്ടാമ്പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്തൂടെ ഭാരതപ്പുഴ ഒഴുകുന്നത് കാണുവാൻ സാധിക്കും. അതോടൊപ്പം മറ്റൊരു പ്രത്യേകതയാണ് കോസ്വേ ബ്രിഡ്ജ്. അതായത് ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ മനോഹരമായി ഒഴുകുന്ന ഭാരതപ്പുഴ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഭാരതപ്പുഴയ്ക്ക് സമീപമായിട്ടാണ് പട്ടാമ്പി സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. കൂടുതൽ ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഭാരതപ്പുഴ എന്ന് പറയാം. ഇപ്പോൾ പട്ടാമ്പിയിലെ ശ്രദ്ധേയരായ ആളുകൾ ഷാഫി പറമ്പിൽ പട്ടാമ്പിക്കാരനാണ്. എം ഡി വാസുദേവൻ നായർ പട്ടാമ്പിക്കാരനാണ്. അച്യുതൻ നമ്പൂതിരി പട്ടാമ്പിക്കാരനാണ്. വി ഡി പട്ടാതിരിപ്പാട്, ഇ ശ്രീധരന് എന്നിവരെല്ലാം മേജർ രവിയെ എന്നിവരെല്ലാം ശ്രദ്ധേയരായ പട്ടാമ്പിക്കാരാണ്. അതും മറ്റൊരു പ്രത്യേകതയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.